എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കുന്നത് ക്ലാസ് 10 CBSE-Mathsലെ ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ HCF യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 1.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതാണിതിൽ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ടു ഫൈൻഡ് ദ HCF ഓഫ് 135 and 225, 196 and 38,220. അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ 867 and 255. ഈ 3 ക്വസ്റ്റ്യൻ്റെയും HCF നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: HCF ഓഫ് 135 and 225. അപ്പോൾ നമ്മുടെ 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൽ ഗ്രേറ്റർ ഇൻറ്റിജർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ 135, 225. അപ്പോൾ ഇതിൽ ഗ്രേറ്റർ എന്ന് പറയുന്നത് 225 ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് എന്തിനേക്കാൾ ഗ്രേറ്റർ? 135നേക്കാൾ ഗ്രേറ്റർ. അപ്പോൾ ഈ ഗ്രേറ്ററായിട്ടുള്ള നമ്പറിനെ നമ്മൾ ഡിവിഡൻ്റായിട്ട് എടുക്കും. ഇതിനെയാണ് നമ്മൾ ഡിവിഡൻ്റായിട്ട് എടുക്കുന്നത്. ഇതിനെ നമ്മൾ ഡിവൈസറായിട്ടും എടുക്കും. അപ്പോൾ ഈ 2 നമ്പറിൻ്റെ HCF ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ സാധാരണ ഡിവിഷൻ പോലെ 225നെ 135 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 135 225ൽ ഒരു പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ 135 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 5 - 5 0. 2ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 12 - 3 നമുക്ക് കിട്ടുന്നത് 9 ആണ്. നമുക്കിവിടെ കിട്ടിയ റിമൈൻഡർ 90 ആണ്. നമുക്കിവിടെ റിമൈൻഡർ 0 കിട്ടിയിരുന്നെങ്കിൽ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ പറയുന്നത് പോലെ നമുക്കിവിടെ ഡിവിഷൻ സ്റ്റോപ്പ് ആക്കാമായിരുന്നു. എന്നാൽ ഇവിടെ HCF കണ്ടുപിടിക്കാൻ റിമൈൻഡർ 0 കിട്ടുന്നത് വരെ നമ്മൾ ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റൈറ്റ് ചെയ്യാം: വി അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു നമ്മൾ അപ്ലൈ ചെയ്ത് 225നും 135നുമാണ്. 225 and 135. To get 225നും 135നും യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ എന്താണ് പറയുന്നത്? A = BQ + R. A എന്ന് പറയുന്നത് ഡിവിഡൻറ്റ്, B ഡിവൈസർ, Q കോഷ്യൻ്റ്, R റിമൈൻഡർ. അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ റൈറ്റ് ചെയ്യുമ്പോൾ 225 = ഇതാണ് നമ്മുടെ ഡിവിഡൻറ്റ്. ഡിവൈസർ എന്ന് പറയുന്നത് 135 ഇൻറ്റു കോഷ്യൻ്റ് 1 പ്ലസ് റിമൈൻഡർ 90. റിമൈൻഡർ നമുക്ക് 90 ആണ് കിട്ടിയത്. നമുക്ക് റിമൈൻഡർ 0 കിട്ടിയിരുന്നു എങ്കിൽ ഡിവിഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. അപ്പോഴുള്ള ഡിവൈസറിനെ HCF എന്ന് പറയാമായിരുന്നു. അപ്പോൾ റിമൈൻഡർ ഇവിടെ 90 വന്നതുകൊണ്ട് നമുക്ക് ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ റിമൈൻഡറിനെ നമ്മൾ ഡിവൈസറാക്കി എടുത്തുകൊണ്ട് തൊട്ട് മുന്നിലുള്ള ഡിവൈസറിനെ ഡിവിഡൻ്റാക്കി എടുക്കണം. അതായത് ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകാം ഡിവിഷൻ. 135 ഡിവിഡൻറ്റ്, 90 ഡിവൈസറായി എടുത്തുകൊണ്ട് നമ്മുടെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 135നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു പ്രാവശ്യം 90 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 45. 5 - 0 5, 13 - 9 4. അപ്പോഴും നമുക്ക് റിമൈൻഡർ 0 കിട്ടിയില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ സ്റ്റെപ്പ് നമുക്ക് റൈറ്റ് ചെയ്യാം.
സെക്കൻഡ് സ്റ്റെപ്പിലും നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുക. അതായത് വി അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു 135 ആൻഡ് 90 ടു ഗെറ്റ്, നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? 135 ഈക്വൽ ടു 90 ഇൻറ്റു കോഷ്യൻ്റ് 1 പ്ലസ് റിമൈൻഡർ 45. ഇവിടെയും നമുക്ക് റിമൈൻഡർ 0 കിട്ടിയില്ല. സോ നമ്മുടെ ഡിവിഷൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ റിമൈൻഡറിനെ ഡിവൈസറാക്കി എടുത്തുകൊണ്ട് ഡിവിഡൻ്റായി നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഡിവൈസറിനെ എടുക്കുക. 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 45 ഇൻറ്റു 2 90 ആണെന്ന് നമുക്കറിയാം. 45 ഇൻറ്റു 2 90. 90 മൈനസ് 90 0 കിട്ടി. അതായത് നമുക്ക് റിമൈൻഡർ 0 കിട്ടി. തേർഡ് സ്റ്റെപ്പിൽ റിമൈൻഡർ 0 കിട്ടുമ്പോഴുള്ള ഡിവൈസറിനെയാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റൈറ്റ് ചെയ്യാം. We apply Euclid's division lemma to 90 and 45 to 90 and 45 to get 90 equal to 45 ഇൻറ്റു 2 പ്ലസ് 0. അതായത് നമുക്കിവിടെ റിമൈൻഡർ എന്ത് കിട്ടി? റിമൈൻഡർ നമുക്ക് 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടുമ്പോൾ ഉള്ള ഡിവൈസറിനെയാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. ഈ HCF എന്ന് പറയുന്നത് HCF ഓഫ് 225 ആൻഡ് 135. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാം. therefore HCF ഓഫ് 135 and 225 ഈസ് 45. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. HCF ഓഫ് 135 ആൻഡ് 225 ചോദിച്ചാലും, അതുപോലെ HCF ഓഫ് 135 ആൻഡ് 90 ചോദിച്ചാലും, HCF ഓഫ് 90 ആൻഡ് 45 ചോദിച്ചാലും, ഇതിലേത് ചോദിച്ചാലും അതിൻ്റെ HCF എന്ന് പറയുന്നത് 45 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും ഒന്ന് എഴുതാം. HCF ഓഫ് 135 ആൻഡ് 90 ആൻഡ് HCF ഓഫ് 90 ആൻഡ് 45. ഇതിലേത് ചോദിച്ചാലും 45 ആയിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ റിമൈൻഡർ 0 വരുമ്പോഴുള്ള ഡിവൈസറിനെയാണ് നമ്മൾ HCF ആക്കി എടുക്കേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും? HCF കണ്ടുപിടിക്കേണ്ട നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 196 ആൻഡ് 38,220. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൽ 38,220 ഗ്രേറ്റർ ദാൻ 196. അപ്പോൾ ഇതാണ് വലുതെന്ന് നമുക്കറിയാം. അപ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഇൻറ്റിജറിനെയാണ് നമ്മൾ ഡിവിഡൻ്റായി എടുക്കുന്നത്. അപ്പോൾ ഇത് ഡിവിഡൻ്റ്, ഇത് ഡിവൈസർ. ഡിവിഡൻ്റ്, അതുപോലെ ഇത് ഡിവൈസർ. ഫസ്റ്റ് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. 38,220നെ 196 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 196 ഒരു പ്രാവശ്യമാണ് പോകുന്നത്. അതായത് 196 ഇൻറ്റു 1 196. 12 മൈനസ് 6 6 കിട്ടും. ഇവിടെ 17 മൈനസ് 9, 17 മൈനസ് 9 എന്ത് കിട്ടും? 8 കിട്ടും. 2 മൈനസ് 1 1 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് 186 ആണ്. നെക്സ്റ്റ് 2 നമുക്ക് താഴേക്ക് ഇറക്കാം. അപ്പോൾ 1862 ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം നമ്മുടെ ഡിവിഡൻറ്റിലുള്ള എല്ലാ നമ്പറും താഴേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ 1862 196ൻ്റെ ടേബിളിൽ എവിടെ വരും എന്ന് നോക്കിയാൽ നമുക്കറിയാം 196 ഇൻറ്റു എല്ലാവർക്കും അറിയാം 10ൻ്റെ ടേബിൾ. അപ്പോൾ 196നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1960 ആയിരിക്കും. അപ്പോൾ അതിനോട് അടുത്ത നമ്പറാണ്. അപ്പോൾ 9 ടൈംസ് ആയിരിക്കും. 196 ഇൻറ്റു 9 എത്രയാണെന്ന് നമുക്ക് നോക്കാം. 196നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1764 ആയിരിക്കും. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
12 മൈനസ് 4 8 കിട്ടും. 15 മൈനസ് 6 8. ഇനി നമുക്കിവിടെ എന്താണ് 7 മൈനസ് 7 0, 1 മൈനസ് 1 0 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇവിടെ താഴേക്ക് കൊണ്ടുവരാനുള്ളത് ഒരു 0 ഉണ്ട്. അപ്പോൾ 0യും കൊണ്ടു. ഇപ്പോൾ 880 ആണ് കിട്ടിയത്. 196നെ ഇൻറ്റു 5, 196 ഇൻറ്റു 5 880 ആണ്. അതായത് ഇവിടെ ഡിവിഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിയപ്പോഴുള്ള ഡിവൈസറിനെയാണ് HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഡിവിഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്തു, നമുക്ക് HCF കിട്ടുകയും ചെയ്തു. അപ്പോഴുള്ള ഡിവൈസർ അതായത് 196നെയാണ് നമ്മൾ HCF എന്നിവിടെ പറയുന്നത്. HCF ഓഫ് 196 ആൻഡ് 38,220 എന്ന് പറയുന്നത് 196 ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് ചെയ്യാം. വി അപ്ലൈ the Euclid's division lemma (196 and 38,220) to get 38,220 ഡിവിഡൻറ്റ്. അതായത് നമ്മുടെ ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ 196 ഇൻറ്റു കോഷ്യൻറ്റ് 195 പ്ലസ് റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ 0 വന്നതുകൊണ്ട് അപ്പോഴുള്ള ഡിവൈസറിനെയാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. ഹിയർ റിമൈൻഡർ ഈസ് 0. So HCF of 196 and 38,220 is 196. ഡിവൈസർ തന്നെയാണ് ഇവിടുത്തെ HCF. HCF കണ്ടുപിടിക്കേണ്ട നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 867 ആൻഡ് 255. ഇവിടെ 867 ഗ്രേറ്റർ ദാൻ 255. സോ 867നെ ഡിവിഡൻറ്റും 255നെ ഡിവൈസറമാക്കി എടുക്കുക. ഗ്രേറ്റർ ഇൻറ്റിജറിനെ ഡിവിഡൻ്റ് ആക്കി എടുക്കുക. അതായത് 867 ഡിവിഡൻറ്റ് 255 നമ്മുടെ ഡിവൈസർ. 255 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 765 ആണ്. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 മൈനസ് 5 2 കിട്ടും. 6 മൈനസ് 6 0. 8 മൈനസ് 7 1 കിട്ടും. നമുക്ക് റിമൈൻഡർ ഇവിടെ ഇനി താഴേക്ക് ഇറക്കാനൊന്നും തന്നെ ഇല്ല. ഡിവിഷൻ സ്റ്റോപ്പായി. റിമൈൻഡർ 102 ആണ് കിട്ടിയത്. അപ്പോൾ റിമൈൻഡർ 0 കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് റൈറ്റ് ചെയ്യാം. വി അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ (867 and 255) to get dividend 867 equal to divisor 255 into quotient 3 plus remainder 102. ഇപ്പോൾ റിമൈൻഡർ 0 കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ റിമൈൻഡറിനെ ഡിവൈസറാക്കിയും ഈ ഡിവൈസറിനെ ഡിവിഡൻ്റ് ആക്കിയും എടുക്കണം. അതായത് 255 ഡിവിഡൻ്റായി. ഈ ഡിവൈസർ അതായത് ഈ റിമൈൻഡർ ഡിവൈസറായി മാറി. 102ലെ 2 ടൈംസ് പോകും. 102 ഇൻറ്റു 2 2 2s are 4, 0 2s are 0, 1 ഇൻറ്റു 2 2. 255നെ 255 മൈനസ് 204 ചെയ്യുമ്പോൾ 5 മൈനസ് 4 1, 5 മൈനസ് 0 5, 2 മൈനസ് 2 0 കിട്ടും.
സെക്കൻഡ് സ്റ്റെപ്പിലും നമുക്ക് റിമൈൻഡർ 0 കിട്ടിയിട്ടില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയിൽ നമുക്ക് റൈറ്റ് ചെയ്യാം. വി അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ to 255 and 102 to get 255 equal to 102 into 2 plus 51. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഇത് എഴുതി പോകണം. ലാസ്റ്റ് എഴുതാൻ നിന്നാൽ നമുക്കത് മിസ്റ്റേക്ക് വരും. അപ്പോൾ എളുപ്പമെന്ന് പറയുന്ന ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയുടെ അത് എഴുതി പോകണം. അപ്പോൾ 51 കിട്ടി. 51 അതായത് റിമൈൻഡർ 51 ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയത്. റിമൈൻഡർ 0 അല്ല. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം യൂക്ലിഡ്സ് ഡിവിഷൻ. അപ്പോൾ എന്ത് കിട്ടും? 51 എന്ന് പറയുന്ന ഡിവൈസർ തൊട്ട് മുന്നേ ഉള്ള ഡിവൈസറിനെ ഡിവിഡൻ്റ് ആക്കി എടുത്തു. 51 into 2, 1 into 2, 2. 5 2s are 10. അതായത് 51 into 2 ചെയ്യുമ്പോൾ 102 കിട്ടും. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ സെയിം നമ്പർ ആയതുകൊണ്ട് 0 കിട്ടും. അതായത് തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിയപ്പോഴുള്ള ഡിവൈസർ ഏതാണോ അതാണ് നമ്മുടെ HCF. അപ്പോൾ 51 ആണ് നമ്മുടെ HCF. HCF ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. HCF ഓഫ് 867 ആൻഡ് 255. അത് ചോദിച്ചാൽ ആൻസർ ഇവിടെ 51 ആണ്. അതുപോലെ HCF ഓഫ് 255 ആൻഡ് 102 ചോദിച്ചാലും HCF ഓഫ് 102 ആൻഡ് 51 ചോദിച്ചാലും ആൻസർ 51 തന്നെയാണ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് നമുക്ക് റൈറ്റ് ചെയ്യാം. വി അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു 102 ആൻഡ് 51 to get 102 equal to 51 into 2 plus 0. അതായത് റിമൈൻഡർ നമുക്ക് 0 കിട്ടി. റിമൈൻഡർ നമുക്കിവിടെ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം 51. റിമൈൻഡർ 0 ആയതുകൊണ്ട് 51 ആണ് ഇവിടുത്തെ HCF. സോ വി ക്യാൻ റൈറ്റ് HCF ഓഫ് 867 ആൻഡ് 255 ഈസ് 51. ഇതാണ് നമ്മുടെ ആൻസർ.